ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന ലെനോവോയുടെ ലാപ്ടോപ്പാണ്. ആക്ച്വലി ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ കീബോർഡ് വർക്ക് ചെയ്യാത്ത കംപ്ലയിൻ്റാണ്. ഓണാക്കി കഴിഞ്ഞാൽ ഓൺ ആവുന്നുണ്ട്, പക്ഷേ കീബോർഡ് വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ എക്സ്റ്റേണൽ കീബോർഡ് ചെക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് എക്സ്റ്റേണൽ കീബോർഡ് വർക്ക് ചെയ്യുന്നില്ല. ലാപ്ടോപ്പിൻ്റെ മൗസ് പാഡ് ആണെങ്കിൽ ജാമായിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ലാഗിങ്ങും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഇതിൻ്റെ കീബോർഡ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആകും. പക്ഷേ ഇതിൻ്റെ കീബോർഡ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മദർ ബോർഡ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം കീബോർഡ് റീപ്ലേസ് ചെയ്യണം. ഇതിന് ചെയ്യാൻ അത്യാവശ്യം നല്ല രീതിയിൽ മെനക്കെടുകയാണ്. അതുപോലെ ഇതിന് അത്യാവശ്യം കീബോർഡ് നല്ല എക്സ്പെൻസ് ആണ്. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ചെറിയ എമൗണ്ടിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. സാധാരണ ഇതുപോലുള്ള കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ കീബോർഡിൻ്റെ സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ കീബോർഡ് കാര്യങ്ങൾ മൗസ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഈ ഒരു ലാപ്പിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഓൺ ഓഫ് ബട്ടൺ ഇതിൻ്റെ കീബോർഡിലാണ് വരുന്നത്. നമുക്കാദ്യം ലാപ്പ് അഴിച്ചെടുക്കാം. അഴിച്ചെടുത്തതിന് ശേഷം കൃത്യമായ സർക്യൂട്ട് നോക്കി കീബോർഡിലെ സ്ട്രിപ്പിൽ വരുന്ന കണക്ഷൻസ്, അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു കൈ വെച്ചിരിക്കുന്ന ഭാഗത്തുള്ളതാണ് കീബോർഡിൻ്റെ സ്ട്രിപ്പ്. ഇതാണ് കീബോർഡിൻ്റെ സ്ട്രിപ്പ്. അപ്പോൾ ഇതിൽ ഓൺ ഓഫ് ഒഴികെ കീബോർഡ് സെക്ഷനിലേക്ക് വരുന്ന ബാക്കിയുള്ള ബട്ടൺസ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യുക. ആ സെക്ഷൻ ബ്രേക്ക് ചെയ്യുക. സർക്യൂട്ട് നോക്കി കൃത്യമായി സർക്യൂട്ട് നോക്കി റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തതിന് ശേഷം കീബോർഡിൻ്റെ സ്ട്രിപ്പ് ഇതുപോലെ റീഫിക്സ് ചെയ്യുക. റീഫിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് പാക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ബോർഡിൽ റിപ്പയർ ചെയ്യുന്ന വീഡിയോസ്, അതിൻ്റെ കണക്ഷൻ ബ്രേക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചെയ്ത രീതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കീബോർഡ് കുറഞ്ഞ ചിലവിൽ തന്നെ കീബോർഡ് മാറ്റാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എക്സ്റ്റേണൽ കീബോർഡ് കാര്യങ്ങൾ വർക്ക് ചെയ്യും. കീബോർഡിലുള്ള പവർ ബട്ടൺ കാര്യങ്ങളും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. മൗസ് ബോർഡും കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യും. ഓക്കെ, താങ്ക് യു.